നമ്മൾ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്, അതിനെങ്ങനെയാണ് ഇന്ന് അവനെ പിന്മാറാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നുള്ളത്, അതിൻ്റെ ഒരു യഥാർത്ഥ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലില്ലാതെ ഒരു പണ്ഡിതൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വളരെ ശക്തമായ ഭാഷയിൽ ചിലപ്പോൾ അവരോട് എഴുതും. നസീഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ നസീഹത്ത് എന്ന് പറഞ്ഞാൽ സിറും ബൈനന്നാസി, നുസ്ഹി ചെയ്യുന്നവൻ്റെയും ആരോടാണ് നുസ്ഹി ചെയ്യപ്പെടുന്നത് അവൻ്റെ ഇടയിലുള്ളതായ ഒരു രഹസ്യമാണ് നസീഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളോട് വളരെ പരസ്യമായ നിലയ്ക്ക് ഒരു തെറ്റുവരുത്തലിന് കണ്ടുപോയാൽ പരസ്യമായ നിലയ്ക്ക് അവരെ വിളിച്ചുകൊണ്ട് അവനോട് നമ്മളത് ഉപദേശിക്കുമ്പോൾ അവനക്ക് ചിലപ്പോൾ ജനങ്ങളിടയിൽ ഒരു സ്ഥാനമുള്ള ആളുകളായിരിക്കും അവർ. അപ്പം അവനക്കതൊരു പ്രയാസം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, അവനെ ഇന്ന് ഒഴിഞ്ഞിക്കാൻ ചിലപ്പോൾ കൂട്ടാക്കിക്കോളണമെന്നില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ തങ്ങളെ കൊണ്ട് എനിക്ക് വിശ്വസിക്കണം, പക്ഷേ തങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നിരോധിക്കണം, ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതിന് ഒഴിഞ്ഞിക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി ഒറ്റയടിക്ക് അവനോട് ഒഴിഞ്ഞിക്കാനല്ല പറഞ്ഞത്. റസൂലുള്ളാഹി അയാളോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയും? ഞാൻ പറയണ ഏതെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് ഒഴിഞ്ഞിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ പറയണ ഏതെങ്കിലും ഒന്നിന്ന് ഞാൻ ഒഴിച്ചെന്നോളാം, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ എന്താക്കരുതെന്ന് പൊള്ളു പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിനോട് സമ്മതിച്ചു, ഞാൻ പൊള്ളു പറയില്ല. അങ്ങനെ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു. അയാൾ പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴോ അയാളെ കള്ള് കുടിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു എന്നാണ്. അയാൾ കള്ളെന്നൊരു അവരൊരു ഹോബി ആയിരുന്നല്ലോ. ഒമാസാലത്ത് ഷിറാബിൽ ഹുമൂറാബലദ്ദത്തി ബൈ ഇൻഫാഖി തലീഫി വബുത്തിലീന, അന്ന് കള്ള് കുടിച്ചവർ പാടിയത്. കള്ളിൻ്റെ ഒരു ഹോബിയായിരുന്നു. ആ കള്ള് കുടിക്കാൻ വേണ്ടി എൻ്റെ വാപ്പന്മാർ സമ്പാദിച്ച സ്വത്തും ഞാൻ സമ്പാദിച്ച സ്വത്തൊക്കെ ഞാൻ എന്താക്കി വിറ്റ് തുലച്ചതാണ്. കള്ള് വളമ്പി തന്നവരെ പറ്റി പറഞ്ഞു, അതാമായ ബീദുൻ കന്നുജൂമി വ ഖൈനത്തുൻ തുർവുഹു അലീന ബൈന ബൂദിൻ വ മുൻസറി. കള്ള് വളമ്പി തന്നവർ സുന്ദരന്മാരായ കുട്ടികളായിരുന്നു, സുന്ദരന്മാരായിരുന്ന ആളുകളായിരുന്നു എൻ്റെ ഒപ്പം കള്ള് കുടിച്ചിരുന്നത്. ഞങ്ങൾ കള്ള് കുടിക്കുമ്പോഴെന്താവും, സുന്ദരികളാവുന്ന സ്ത്രീകൾ മുന്നിൽ വന്നുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ടും വസ്ത്രം ധരിക്കാതെയൊക്കെ അവരെന്താവും മുന്നിൽ വന്ന് അവർ നൃത്തം വെക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം ഇരുന്നത്. അതാണ് ബദൽ ഇസ്ലാം വരീബാന്നല്ലേ നവോത്ഥാനം ഉണ്ടാക്കിക്കൊണ്ടിട്ടാണ് സർവ്വ അമ്പിയാക്കന്മാർ ഇവിടെ വന്നത്. തൂബാലിൽ ഉറബാകുന്നതാണ്. ഓരോ കാലഘട്ടത്തിലും അന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായ ഏതെല്ലാം തമ്മാടിത്തരങ്ങളുണ്ടോ ആ തമ്മാടിത്തരങ്ങളെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിട്ട് ജനങ്ങളെ അല്ലദീന യുസ്ലിഹൂന ആദദ്ദീൻ ബഅദ ഫസാദിഹീന, ഈ ദീനിക്ക് ഫസാദ് കുടുങ്ങിയതിന് ശേഷം ആ ദീനിനെ നന്നാക്കുന്ന ആളുകളാണ്, അവർക്കാണ് എല്ലാ നിലക്കുള്ള വിജയം. അത് തൂബാലിൽ ഉറബാഗ് എന്ന് പറഞ്ഞാൽ ദീനിവിടെ നഷ്ടപ്പെടുമ്പോൾ, ദീനിവിടെ നശിച്ചു പോകുമ്പോൾ ആ ദീനിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിട്ട് ആ ദീനിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ ഉറബാഗ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പം റസൂൽ വന്നതും മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ തുടർച്ചയായിട്ട് ആ ദീനിനെ പ്രചരിപ്പിക്കാനാണെങ്കിൽ റസൂൽ വന്ന കാലഘട്ടത്തിൽ വളരെ മോശമായ ഒരു കാലഘട്ടമായിരുന്നു. അപ്പം ഇയാളോട് പറഞ്ഞു, ഈ കള്ളു പിടിക്കരുതെന്ന് റസൂൽ പറഞ്ഞില്ല, ഈ പെണ്ണു പിടിക്കരുതെന്നും പറഞ്ഞില്ല, നീ കക്കരുതെന്ന് പറഞ്ഞില്ല, ഒരു കാര്യം മാത്രം നീ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതെന്താ, ഈ പൊള്ളു പറയാൻ പാടില്ല. അങ്ങനെ ഇയാളെ കള്ളു പിടിക്കാൻ വിളിക്കപ്പെട്ടപ്പോൾ ഇയാൾ പറഞ്ഞു, കള്ള് ഞാൻ കുടിക്കില്ല. എന്താ കാരണം? കള്ള് കുടിച്ചാൽ റസൂലുള്ളാഹിനോട് ചെന്നിട്ട് കള്ള് കുടിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ കള്ള് കുടിച്ചുകൊണ്ടുള്ള ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടപ്പിൽ വരുത്തും. നേരെ മറിച്ച് കള്ള് കുടിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ പൊള്ളു റസൂലുള്ളാഹിനോട് പറയും വേണ്ടിയിരുന്നു. അതുകൊണ്ട് കള്ളു കുടിക്കാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. വ്യഭിചാരത്തിനൊരു ചാൻസ് കിട്ടി, അദ്ദേഹത്തിന് ക്ഷണിക്കപ്പെട്ടു വ്യഭിചാരത്തിന് വേണ്ടി. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനത്തെ വ്യഭിചരിക്കാൻ ഞാനില്ല. കാരണം വ്യഭിചരിച്ചാൽ റസൂലുള്ളാഹിനോട് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടി വരും? വ്യഭിചാരത്തിൻ്റെ കുറ്റം എൻ്റെ മേലിൽ അത് ചുമത്തപ്പെടും, അതിൻ്റെ ഹദ് എൻ്റെ മേൽ നടപ്പിൽ വരുത്തപ്പെടും. നേരെ മറിച്ച് ഞാൻ വ്യഭിചരിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ അത് പൊള്ളാവുകയും ചെയ്യും. അപ്പോൾ പൊള്ളു പറയാനും ഞാൻ തയ്യാറല്ല. അങ്ങനെ ഇതുപോലുള്ള ഓരോ തമ്മാടിത്തരത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഈ സമീപനം കൊണ്ടിട്ട്. അപ്പം നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ ജനങ്ങളെ ഉപദേശിക്കേണ്ട ആളുകളാണ് നമ്മൾ.
ആ ഉപദേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ ഉപദേശിക്കപ്പെടുന്ന വ്യക്തി ആരാണോ അവനെ പറ്റി മനസ്സിലാക്കി അവനക്ക് പ്രയാസങ്ങളില്ലാത്ത നിലക്ക് അവനെ വിളിച്ചുകൊണ്ടിട്ട് അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമാവുന്ന മാർഗങ്ങൾ ഏതാണോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാവണം നമ്മൾ അവനോട് ഉപദേശിക്കേണ്ടത്. അങ്ങനെയല്ലേ വലിയ വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാൻ താമസിച്ചിരുന്ന സമീപത്ത് വേറൊരാളും താമസിച്ചിരുന്നു. അപ്പം ഈ മഹാനെ കാണാൻ വേണ്ടി അന്നത്തെ ഒരു ഭരണാധികാരിയെ കാണാൻ വന്നു എന്നാണ്. കാണാൻ വന്നപ്പോൾ അവിടെ അതിൻ്റെ അടുത്തുള്ള റൂമിൽ നിന്ന് ഭയങ്കര ശബ്ദങ്ങളാണ്. ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു കളിൻ്റെ ശബ്ദമാണ്. ആ കളിക്കപ്പെടുന്നതായ ശബ്ദങ്ങളും അതിൻ്റെ മറ്റുള്ള ആ കളിക്കപ്പെടുന്ന അതിൻ്റെ സാമഗ്രികൾ എന്താണോ അതിൻ്റെ ഒച്ചക്കേട് കേൾക്കണം. അപ്പം ഈ കാണാൻ വന്ന ഈ അമീറന്മാർ, ഈ ഖലീഫന്മാരിൽപ്പെട്ട ആൾ ഇയാളോട് ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനോട് പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് താമസിക്കുന്നതാണ് ഇത്ര വലിയ കളിയൊക്കെ ഇവിടെ നടത്തിയിട്ട് നിങ്ങൾ എന്താ അതിനെ നിരോധിക്കാത്തത് ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്ന്, ഞാൻ അതിനെ നിരോധിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 50 കൊല്ലമായി ഇവിടെ താമസിക്കുന്നു. ഈ 50 കൊല്ലം ഞാൻ ഈ ശബ്ദബൃതം കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവനെ ഉപദേശിച്ചാൽ ഇവന്ത് ചെയ്യുന്ന ഇവിടുന്ന് റൂം മാറിപ്പോകും. റൂം മാറിപ്പോയാൽ പിന്നെ ഇതിനേക്കാൾ വലിയ തമ്മാടിത്തരങ്ങൾ അവിടെയൊക്കെ പോയിട്ട് പോകാൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവന് ഇവിടെ എൻ്റെ മുന്നിലാവുമ്പോൾ ഈ സംഗതി മാത്രം, ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ഈ ശബ്ദങ്ങൾ മാത്രമേ, ഈ കളി മാത്രമേ അവൻ നീക്കുന്നുണ്ടാവുള്ളൂ. ഇവിടുന്ന് അവനെ ഞാൻ ഇത് നിരോധിച്ചാൽ അവനക്ക് ഞാനിത് അറിഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നല്ലത് ഇവിടെയല്ല, റൂം മാറി മറ്റേ വേറെ സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ അവിടുന്ന് എന്താക്കും, ഇതിനെ തുറന്നുകൊണ്ട് ഇതല്ലാത്ത മറ്റു തമ്മാടിത്തരങ്ങളും അവൻ ചെയ്യും. അപ്പം അതാണ് നമ്മളെ സമീപന രീതികൾ എപ്പോഴും നന്നാവണം പണ്ഡിതന്മാരാകുമ്പോൾ.